രാജ്യത്തെ ട്രെയിൻ യാത്രക്കാർക്ക് നിർണായകമായ പുതിയ നിയമപരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച് ഇന്ത്യൻ റെയിൽവേ. ടിക്കറ്റ് റദ്ദാക്കുമ്പോൾ ലഭിക്കുന്ന റീഫണ്ട് തുകയിലും ബോർഡിംഗ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കുന്നതിലും ഉൾപ്പെടെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് റെയിൽവേ മന്ത്രാലയം നടപ്പിലാക്കുന്നത്. 2026 ഏപ്രിൽ 1 മുതൽ 15 വരെയുള്ള കാലയളവിൽ ഘട്ടം ഘട്ടമായാകും പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരിക. പുതിയ പരിഷ്കാരമനുസരിച്ച് ടിക്കറ്റ് റദ്ദാക്കുന്ന സമയത്തിനനുസരിച്ചായിരിക്കും പിഴത്തുക കണക്കാക്കുന്നത്. യാത്രയ്ക്ക് 72 മണിക്കൂർ മുമ്പ് ടിക്കറ്റ് റദ്ദാക്കുകയാണെങ്കിൽ കുറഞ്ഞ നിരക്കിലുള്ള സ്ഥിരമായ റദ്ദാക്കൽ ഫീസ് മാത്രമേ യാത്രക്കാരിൽ നിന്ന് ഈടാക്കുകയുള്ളൂ. എന്നാൽ യാത്രയ്ക്ക് 72 മണിക്കൂറിനും 24 മണിക്കൂറിനും ഇടയിലുള്ള സമയപരിധിയിലാണ് ടിക്കറ്റ് റദ്ദാക്കുന്നതെങ്കിൽ ആകെ തുകയുടെ 25% നഷ്ടമാകും. ട്രെയിൻ പുറപ്പെടുന്നതിന് 24 മണിക്കൂറിനും 8 മണിക്കൂറിനും മുൻപാണ് ടിക്കറ്റ് വേണ്ടെന്ന് വെക്കുന്നതെങ്കിൽ തുകയുടെ പകുതി മാത്രമേ തിരികെ ലഭിക്കൂ. അതേസമയം യാത്രയ്ക്ക് വെറും 8 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ ടിക്കറ്റ് റദ്ദാക്കിയാൽ ₹1 പോലും റീഫണ്ട് ലഭിക്കില്ലെന്ന കർശന നിയന്ത്രണവും റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാർക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റുന്നതിലെ പുതിയ ഇളവ്. ട്രെയിൻ പുറപ്പെടുന്നതിന് കൃത്യം 30 മിനിറ്റ് മുൻപ് വരെ യാത്രക്കാർക്ക് തങ്ങളുടെ ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റാൻ ഇനി മുതൽ സാധിക്കും. ഒന്നിലധികം റെയിൽവേ സ്റ്റേഷനുകളുള്ള വൻ നഗരങ്ങളിൽ വസിക്കുന്നവർക്ക് അവസാന നിമിഷം ട്രെയിൻ പിടിക്കാൻ ഈ സൗകര്യം വലിയ തുണയാകും. കൂടാതെ കൗണ്ടർ ടിക്കറ്റുകൾ റദ്ദാക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾക്കും റെയിൽവേ പരിഹാരം കണ്ടിട്ടുണ്ട്. ഇനി മുതൽ ഏത് PRS കൗണ്ടറിൽ നിന്നും ടിക്കറ്റുകൾ റദ്ദാക്കി പണം തിരികെ വാങ്ങാം. നേരത്തെ ടിക്കറ്റ് എടുത്ത സ്റ്റേഷനിലോ യാത്ര അവസാനിക്കുന്ന ഇടത്തോ പോകേണ്ടി വന്നിരുന്ന സാഹചര്യം ഇതോടെ ഒഴിവാകും. ഓൺലൈൻ ടിക്കറ്റുകൾക്ക് ഇനി മുതൽ TDR ഫയൽ ചെയ്യാതെ തന്നെ പണം തിരികെ ലഭിക്കുന്ന ഓട്ടോമാറ്റിക് റീഫണ്ട് സംവിധാനവും പുതിയ മാറ്റങ്ങളുടെ ഭാഗമായി നിലവിൽ വരും.